Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ MCQs ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് മാത്രമല്ല 100 days സ്റ്റഡി പ്ലാൻ വീഡിയോ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ചോദ്യം ഇതാണ്: മെറ്റീരിയൽ കോസ്റ്റ് ഈസ് എ മേജർ എലമെന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. Number 2, material cost control aims only at reducing purchase prices. Number 3, effective material control reduces wastage and improves profitability. Only one is correct. 1 and 3 are correct. 2 and 3 are correct. All are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മെറ്റീരിയൽ കോസ്റ്റ് ഈസ് എ മേജർ എലമെന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ശരിയല്ലേ? ടോട്ടൽ കോസ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റാ. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്പർ 2, മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ എയിംസ് ഓൺലി അറ്റ് റെഡ്യൂസിങ് പർച്ചേസ് പ്രൈസസ്. മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിന്റെ ഓൺലി എയിം എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് കുറയ്ക്കലാണ്. അത് ശരിയാണോ? അല്ല, അതിന് വീണ്ടും എന്താണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ എയിംസ് ഉണ്ട്. ഇപ്പോൾ വേസ്റ്റേജ് കുറയ്ക്കുക ഉണ്ട്, അതിൻ്റെ പാർട്ടാണ്. യൂസേജ് എങ്ങനെയായിരിക്കണം, അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അല്ലാണ്ട് പർച്ചേസ് പ്രൈസ് കുറയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് പർച്ചേസ് പ്രൈസ് കുറയ്ക്കുക എന്നുള്ളത്. ഇവർ ഇവിടെ പറയുന്നത് ഓൺലി ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓൺലി അറ്റ് റെഡ്യൂസിങ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ്, ഇഫക്റ്റീവ് മെറ്റീരിയൽ കൺട്രോൾ റെഡ്യൂസസ് വേസ്റ്റേജ് ആൻഡ് ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി. അത് ശരിയാണ്. നല്ല രീതിയിൽ മെറ്റീരിയൽ കൺട്രോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേസ്റ്റേജ് കുറയ്ക്കാനും അതിലൂടെ പ്രോഫിറ്റബിലിറ്റി, അല്ലേ, പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 1 ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. മെറ്റീരിയൽ കൺട്രോൾ എൻഷുവേഴ്സ് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. ഓവർസ്റ്റോക്കിംഗ് materials leads to increased carrying cost. Understocking materials improves liquidity without risk. 1 and 2 are correct. 2 and 3 are correct. 1 and 3 all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മെറ്റീരിയൽ കൺട്രോൾ എൻഷുവേഴ്സ് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. അത് ശരിയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യണം. ഇപ്പം നമ്മൾ പല ലെവൽസ്, മിനിമം ലെവല്, അല്ലേ, റീഓർഡർ ലെവല്, മാക്സിമം ലെവല്, ഇതൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽ കൺട്രോളിൽ. അത് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷന് ഒരു പ്രശ്നമില്ലാണ്ട് പ്രോപ്പറായിട്ട് പോകുന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്യുന്ന നമ്മൾ പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്യും. അവിടെ വേറെ പ്രശ്നങ്ങൾ വരില്ല. ശരിയാണ്. ഇനി ഓവർ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ സ്റ്റോക്ക് കൂടുതൽ വെക്കുകയാണെങ്കിൽ അവിടെ ക്യാരിയിങ് കോസ്റ്റ് കൂടും, അല്ലേ, സ്റ്റോറേജ് കോസ്റ്റ് കൂടും. ശരിയാണ്. ഇനി അണ്ടർ സ്റ്റോക്കിംഗ്, വേണ്ട സ്റ്റോക്ക് വെക്കാത്ത അവസ്ഥയാണ് അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറയാം. അണ്ടർ സ്റ്റോക്കിംഗ് മെറ്റീരിയൽസ് ഇംപ്രൂവ്സ് ലിക്വിഡിറ്റി വിതൗട്ട് റിസ്ക്. എന്താ, വേണ്ട സ്റ്റോക്ക് നമ്മൾ വെക്കാണ്ടാവുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇപ്പം ബട്ട് വിതൗട്ട് റിസ്ക് എന്ന് പറയണം, അത് തെറ്റല്ലേ? റിസ്ക് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക. കാരണം നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് വല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. സ്ഥാപനത്തിന് തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പ്രൊഡക്ഷനെ നേരത്തെ പോലെ
എന്താണ് ഇൻറപ്റ്റ് ചെയ്യുക നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ. അപ്പോൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവിടെ ആ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളത് ശരിയാണ്, ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ആവും, ബട്ട് അവിടെ റിസ്ക് ആണ് അവിടെ കൂടുതൽ ഉണ്ടാകുക. സോ അതുകൊണ്ട് തന്നെ വിതൗട്ട് റിസ്ക് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ഒപ്റ്റിമം ലെവൽ ഇൻവെൻട്രി കീപ്പ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ EOQ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരെ. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. Purchase requisition initiates the purchasing process. A purchase order is an internal document only. Proper purchasing reduces material cost. Only one, then 1 and 3, 2 and 3 all are correct. നോക്കാം നമുക്ക്. Purchase requisition initiates the purchasing process. ശരിയാണ്. പർച്ചേസിങ് പ്രോസസ്സ് ആരംഭിക്കുന്നത് പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് ഓർഡർ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്. പർച്ചേസ് റിക്വസിഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. പർച്ചേസ് റിക്വസിഷൻ വെച്ചിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് പർച്ചേസ് റിക്വസിഷൻ. കാരണം നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ വേണം, റിക്വയർഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് തീരുമാനിച്ച് അത് വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഇനി നെക്സ്റ്റ്, പർച്ചേസ് ഓർഡർ ഈസ് ആൻ ഇന്റേണൽ ഡോക്യുമെന്റ് ഓൺലി എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ ഇന്റേണൽ ഡോക്യുമെന്റ് മാത്രമാണ്. അത് തെറ്റല്ലേ? എക്സ്റ്റേണൽ പാർട്ടീസിന് നമ്മൾ കൊടുക്കുന്നതാണത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ പ്രോപ്പർ പർച്ചേസിങ് റെഡ്യൂസസ് മെറ്റീരിയൽ കോസ്റ്റ്. അത് ശരിയാണ്. നമ്മൾ പ്രോപ്പറായിട്ടാണ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമുക്ക്, അല്ലേ? കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ കൺട്രോൾ, കോസ്റ്റ് കൺട്രോളൊക്കെ ഫോളോ ചെയ്ത് പർച്ചേസിങ് നടത്തുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. സോ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. Centralized purchasing ensures better bargaining power. Decentralized purchasing eliminates duplication of efforts. Centralized purchasing promotes uniform quality. 1 and 3, 2 and 3, only 2, all are correct. നോക്കാം നമുക്ക്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എൻഷുവേഴ്സ് ബെറ്റർ ബാർഗെയിനിങ് പവർ. ശരിയല്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാപനത്തിൽ പല പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, സെയിം പ്രോഡക്റ്റ് തന്നെ. അപ്പോൾ നമ്മളെല്ലാത്തിനും കൂടിയിട്ട് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചാണ് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബൾക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ബാർഗെയിനിങ് പവർ കൂടും, നെഗോഷിയേറ്റ് ചെയ്ത് കൂടുതൽ മേടിക്കാൻ സാധിക്കും. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എലിമിനേറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്. അത് തെറ്റാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് മേടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇറ്റ് എലിമിനേറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല സംഭവിക്കുക. പലപ്പോഴും ചിലപ്പോൾ എന്താണ്, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചിലപ്പോൾ സെയിം സാധനങ്ങൾ ഓൾറെഡി ഉള്ളത് തന്നെ നമ്മൾ വീണ്ടും മേടിക്കും. ചിലപ്പോൾ ഓരോരുത്തർ സെപ്പറേറ്റ് മേടിക്കുമ്പോൾ സെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഒരുമിച്ച് മേടിക്കാൻ പോകുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മേടിക്കുന്നുണ്ടല്ലേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ, പിന്നെ നമ്മൾ എന്തിനാണ് ഇത് വീണ്ടും മേടിക്കുന്നത്? അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറയും. സെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി സെൻട്രലൈസ്ഡ് പർച്ചേസിങ് പ്രൊമോട്ട്സ് യൂണിഫോം ക്വാളിറ്റി. അത് ശരിയാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ടൈപ്പ് ക്വാളിറ്റി പോയി മേടിക്കാൻ നമ്മളെ സഹായിക്കുന്നു. സെൻട്രലൈസ്ഡ്. സ്റ്റാൻഡർഡൈസ്ഡ് സെയിം സംഭവം, സെയിം ക്വാളിറ്റി എല്ലാത്തിലേക്കും നമ്മൾ മേടിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല മേടിക്കുന്നത്. അപ്പോൾ യൂണിഫോം ക്വാളിറ്റി, സ്റ്റാൻഡർഡൈസ്ഡ് സാധനം മേടിക്കാൻ പ്രൊമോട്ട് ചെയ്യണം. ശരിയാണ്. 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. നെക്സ്റ്റ് question number 15. Material received note MRN is prepared by the stores department. Then MRN verifies quantity and condition of materials. It is used for payment authorization. 1 and 2,
2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് MRN. ശരിയാണ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. ദെൻ MRN വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ആൻഡ് കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽസിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്ന രണ്ടാമത്. ശരിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ മെറ്റീരിയലിൻ്റെയും ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി ഫിസിക്കൽ അല്ലേ കാര്യങ്ങൾ ചെക്കിംഗ് ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ അതും ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓതറൈസേഷൻ. നമ്മൾ 3 ചെക്കിംഗ് പ്രോസസ്സിലൂടെയാണ് പല കാര്യങ്ങളും നടത്തുക, ഈ പറയുന്ന പേയ്മെൻറ്റ് ഓതറൈസേഷൻ. അപ്പോൾ അവിടെ നമുക്ക് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഉണ്ട്, മെറ്റീരിയൽ അതിനെ പറയുന്ന മറ്റൊരു പേര് തന്നെയാണത്. മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, പേയ്മെൻറ്റ് ഓതറൈസേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതും ശരിയാണ്. സോ എല്ലാതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ ദിവസവും നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പരമാവധി എല്ലാതും കാണാൻ ശ്രമിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.